എന്ന് സ്വന്തം പുണ്യാളൻ ഒരു ഡിവൈൻ കോമഡി സബ്ജക്റ്റിൽ വന്ന ഏറ്റവും പുതിയ മലയാളം മൂവിയാണ്. നൈസായിട്ടുണ്ട്, നല്ല രീതിക്ക് തന്നെ മൂവി എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് മൂവി നല്ല പ്രഡിക്റ്റബിൾ ആയിരുന്നു. കാരണം ഇതുപോലത്തെ ഒരുപാട് ഇപ്പം മലയാളത്തിലായാലും ഹോളിവുഡ് ആയാലും അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള ലാംഗ്വേജസ് ആയാലും ഈ ഒരു ഡിവൈൻ സബ്ജക്റ്റ് റിലേറ്റ് ചെയ്ത് വരുന്ന മിക്ക മൂവീസിൻ്റെയും ഒരു പാറ്റേൺ എവിടെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ, ചിലതല്ല, ഒരു മേജർ ട്വിസ്റ്റ് ഒക്കെ എനിക്ക് പ്രഡിക്റ്റബിൾ ആയിട്ട് തോന്നി. പക്ഷെ എന്നാലും അത് നല്ല രീതിക്ക് തന്നെ എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മൂവിയിൽ നല്ല രസമുണ്ട് കാണാനായിട്ട്. ആ ഒരു ഫ്രെയിംസ് ആയാലും ശരി, ക്യാരക്ടേഴ്സ് ആയാലും അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് എല്ലാം നല്ലതായിട്ടുണ്ട്. പക്ഷെ ഒരു പോയിന്റ് കഴിയുമ്പോൾ ചില സ്ഥലത്ത് ഭയങ്കര രീതിയിൽ ഡൗൺ ആയതുപോലെ തോന്നി. അതായത് ഈ ഒരു സിറ്റുവേഷൻ സംസാരിക്കുന്നതായാലും ചില ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് ആയാലും ചില സ്ഥലത്ത് നമ്മൾ ആ ഒരു ട്രാക്കിൽ നിന്ന് ഇങ്ങനെ മാറിയതുപോലെ ഫീൽ ആയിട്ടുണ്ട് എനിക്ക്. മൂവിയുടെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ ആ ട്രെയിലറിൽ കണ്ട പോലെ തന്നെയാണ്. ബാലു വർഗീസിന്റെ ക്യാരക്ടർ ഒരു പള്ളിയിലെ അച്ഛനാണ്. സോ അവിടത്തേക്ക് വരുന്ന ഒരു പെൺകുട്ടി, പിന്നീട് വരുന്ന ഒരു കള്ളൻ, പിന്നീട് അവിടെ എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ പിന്നീട് ഒരു ഫേസ് ചെയ്യുന്ന ഇവന്റ്സ് ആണ് സിനിമ സംസാരിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി ഒരു 90% ഒരു റൂമിന്റെ അകത്താണ്. നമ്മൾ ആ ട്രെയിലറിൽ കണ്ടതുപോലെ തന്നെ ആ റൂമിന്റെ അകത്ത് ഈ 3 ക്യാരക്ടേഴ്സിനെ ചുറ്റിപ്പറ്റിയാണ് നടക്കുന്നത്. അത് നല്ല രീതിക്ക് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. മൂവിയുടെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ബിൽഡാണ്. ഈ 3 ക്യാരക്ടേഴ്സും ഇവരുടെ ബാക്ക് സ്റ്റോറിയും അല്ലെങ്കിൽ ഇവർ എങ്ങനെയാണ് ഈ സിറ്റുവേഷനിൽ വന്ന് പെട്ടത്, സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അത് വലിയ എൻഗേജിംഗ് ഒന്നും അല്ലെങ്കിലും ഒരു സ്ലോ പേസ് ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. നല്ല രസമുണ്ട് അതൊക്കെ കാണാനായിട്ട്. പക്ഷെ സെക്കൻഡ് ഹാഫിലാണ് ആ ഒരു മൂവിയുടെ സ്റ്റോറി ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അർജുൻ അശോകന്റെ ക്യാരക്ടർ വന്നതിന് ശേഷം പുള്ളിക്കാരന്റെ ക്യാരക്ടർ പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മളെ രോമാഞ്ചത്തിലുണ്ടായിരുന്നതിന്റെ ഒരു പ്രോ വെർഷൻ എന്ന് പറയാം. ആൻഡ് ചില സമയത്ത് ചില ഏരിയാസിൽ എനിക്ക് സൗബിനെ ഫീൽ ചെയ്തു. നമ്മളിപ്പോൾ ചാർലിയിലെ സൗബിനില്ലേ, അല്ലെങ്കിൽ സൗബിന്റെ പണ്ടത്തെ ഒരു കോമഡി സ്റ്റൈൽ ഉണ്ടല്ലോ, അത് ചില സ്ഥലത്ത് അർജുൻ അശോകിൽ ഫീൽ ചെയ്ത് എനിക്ക്. അതൊക്കെ നന്നായിട്ട് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ വരുമ്പോഴാണ് ശരിക്കും മൂവി ഒന്ന് എൻഗേജിംഗ് ആയിട്ട് അല്ലെങ്കിൽ ചെറിയൊരു ഗ്രിപ്പ് പിടിച്ച് പോകുന്നു. ഭയങ്കര എൻഗേജിങ്ങോ ഭയങ്കര ത്രില്ലിംഗ് അങ്ങനെയൊന്നുമല്ല. പിന്നീട് ഫാന്റസി ഉണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ ഫാന്റസി ഒന്നുമില്ല, ചെറിയൊരു ഫാന്റസി സ്റ്റോറി സംസാരിച്ച് പോകുന്നുണ്ട്. ഒരു ബാക്ക് സ്റ്റോറിയാണ്, പക്ഷെ അത് പ്രസന്റ് ചെയ്തിരിക്കുന്ന ആനിമേഷനിലെ കൂടെയാണ്. അത് കൊള്ളാണ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല അടിപൊളി ഫ്രെയിംസും നല്ല കിടിലം ആനിമേഷനും. എനിക്ക് ആ ഒരു ആനിമേഷൻ സീക്വൻസ് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് സിനിമ ആ ഒരു സെക്കൻഡ് ഹാഫിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോയി ഒരു പോയിന്റ് ഒക്കെ കഴിയുമ്പോൾ കുറച്ച് എൻഗേജിംഗ് ആയിട്ട് കുറച്ച് ക്യൂരിയോസിറ്റി ആയിട്ടൊക്കെ പോകുന്നുണ്ട്. അതൊക്കെ നല്ല രസമുണ്ട്. പക്ഷെ ഇടയ്ക്ക് ചില ഏരിയാസിൽ വരുമ്പോൾ ചെറുതായിട്ടൊന്ന് ഡൗൺ ആവുന്നുണ്ട്. പിന്നീട് കുറച്ച് കഴിയുമ്പോൾ ആ ട്രാക്കിലോട്ട് പിന്നെയും തിരിച്ച് പോകുന്നുണ്ട്. അങ്ങനെയാണ് ആ ഒരു മൂവിയുടെ സ്റ്റോറി ടെല്ലിംഗ് പോയിരിക്കുന്നത്. പക്ഷെ ചില സമയത്തൊക്കെ നമുക്ക് പല പെർസ്പെക്ടീവ്സിൽ കൂടെ ചിന്തിക്കേണ്ടി വരും. അതായത് ഇപ്പം എടുത്തു പറയുകയാണെങ്കിൽ തന്നെ ബാലു വർഗീസിന്റെ ക്യാരക്ടർ ഒരു പള്ളിയിലെ അച്ഛനാണ്. അപ്പോൾ പുള്ളിക്കാരൻ ആ റൂമിന്റെ അകത്ത് ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുവാണ്. നമ്മൾ ജസ്റ്റ് നോക്കുവാണെങ്കിൽ തന്നെ പുള്ളിക്കാരന്റെ ക്യാരക്ടറിന് ഒരുപാട് വഴികളുണ്ട് ഇതിന് രക്ഷപ്പെടാനുണ്ട്. പക്ഷെ അതൊന്നും യൂസ് ചെയ്യാത്ത പോലെ പുള്ളിക്കാരൻ ഓൾറെഡി സ്റ്റക്കായി കഴിഞ്ഞു, അല്ലെങ്കിൽ ഞാനിവിടെ സ്റ്റക്കാണ്, എനിക്ക് ഇനി വേറെ വഴിയില്ല എന്ന് പുള്ളിക്കാരൻ ഒരു തീരുമാനം എടുത്തിരിക്കുന്ന പോലെയാണ് ആ ഒരു ക്യാരക്ടറിന്റെ ചില ഏരിയാസിൽ കൊണ്ടുവരിക്കുന്നത്. പല ഏരിയാസിലും ആ ഒരു ക്യാരക്ടർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റിയ വഴികളുണ്ടായിട്ടും അതൊന്നും ട്രൈ ചെയ്യാത്ത പോലെ എനിക്ക് തോന്നി. ആൻഡ് പിന്നീട് അതുപോലെ തന്നെ വർക്കാവാത്ത വേറൊരു കാര്യം എന്ന് പറയുന്നത് അനശ്വര രാജന്റെ ഒരു ക്യാരക്ടറാണ്. പുള്ളിക്കാരുടെ ക്യാരക്ടർ പ്രസന്റേഷൻ ഒക്കെ നല്ലതാണ്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ചില ഏരിയാസിൽ അത് ഓവർ ആയതുപോലെ തോന്നി. കാരണം പുള്ളിക്കാരിയെ കൊണ്ട് ചെറിയൊരു മാസ് ഐറ്റം പ്രസന്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് അത്രയ്ക്ക് അങ്ങ് വർക്കായില്ല. ആ ഒരു പോയിന്റ് വരെ എല്ലാം അടിപൊളിയായിരുന്നു, കുഴപ്പമില്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരുന്നു. പക്ഷെ ആ ഒരു പോയിന്റ് കഴിഞ്ഞതും എന്തോ പെട്ടെന്നൊരു ഡൗൺ വന്നു നമുക്ക്. കാരണം നമുക്ക് ഒട്ടും കണക്ട് ചെയ്യാത്ത രീതിയിലാണ് ഒരു ക്യാരക്ടറിനെ പിന്നീട് കൊണ്ടുപോയിരിക്കുന്നത്. അനശ്വര മാത്രമല്ല വേറൊരു ക്യാരക്ടർ കൂടി ഉണ്ട്. കാരണം പെട്ടെന്ന് കണക്ട് ചെയ്യാത്ത അല്ലെങ്കിൽ അതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ക്യാരക്ടറിന് ഒരു ചേഞ്ച് വന്നപ്പോൾ നമുക്ക് ഒരിക്കലും കണക്ട് ചെയ്യാത്ത രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നി. ആൻഡ് ഈ ഒരു എക്സിക്യൂഷൻ ഒക്കെ കഴിഞ്ഞാൽ ഒരു മൂവിയുടെ ഫൈനൽ ആക്ടിൽ അല്ലെങ്കിൽ ക്ലൈമാക്സ് പോർഷനിലൊക്കെ വരുമ്പോൾ ഒക്കെ നല്ല രസമായിട്ട് തന്നെ അത് എൻഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡിവൈൻ സബ്ജക്റ്റ് ഒക്കെ നല്ല രീതിക്ക് കണക്ട് ചെയ്തിട്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞ ഒരു ബാക്ക് സ്റ്റോറിയും അതിനെയും കണക്ട് ചെയ്തിട്ട് നല്ല രീതിക്ക് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫൈനൽ അല്ലെങ്കിൽ ആ ഒരു ക്ലൈമാക്സിനും പ്രീ ക്ലൈമാക്സിനും മുമ്പുള്ള ആ ഒരു പോർഷൻസ് ഒക്കെ നല്ല രസമായിരുന്നു കാണാനായിട്ട്. അത് അടിപൊളിയായിരുന്നു. ആൻഡ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം മൂവിയുടെ ടെക്നിക്കൽ സൈഡ് തന്നെയാണ്. സിനിമാറ്റോഗ്രഫി ആയാലും എഡിറ്റിംഗ് ആയാലും കളറിംഗ് ആയാലും ആർട്ടായാലും മ്യൂസിക് ചെയ്തിരിക്കുന്ന സാം സിയേഴ്സ് ആണ്. ആ ഒരു ലാസ്റ്റ് പോർഷനുള്ള മ്യൂസിക് ഒക്കെ നല്ല രസമായിരുന്നു കാണാനായിട്ട്. ചില സീക്വൻസ് ഒക്കെ നല്ല എൻഗേജിംഗ് ആവുന്നുണ്ട് ആ ഒരു മ്യൂസിക് ഒക്കെ ബ്ലെൻഡ് ചെയ്ത് വരുമ്പോൾ. ആർട്ടായാലും നല്ല ആർട്ട് വർക്ക് ആയിരുന്നു കേട്ടോ. ആ ഒരു പള്ളിയും അല്ലെങ്കിൽ അതിന് ചുറ്റുപാടുള്ള എൻവയോൺമെന്റ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ പ്രസന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് സിനിമാറ്റോഗ്രഫി പറയണ്ട, നല്ല കിട്ടില്ല സിനിമാറ്റോഗ്രഫി ആയിരുന്നു. എഡിറ്റിംഗ് ആയാലും പക്കയായിരുന്നു. ആൻഡ് കളറിംഗ് ആയാലും എടുത്തു പറയണം, നല്ലൊരു കളർ ടോൺ ഉണ്ടായിരുന്നു ആ ഒരു എൻറ്റയർ മൂവിക്ക്. സോ ഓവറോൾ പറയുകയാണെങ്കിൽ ഒരു നൈസ് മൂവി തന്നെയാണ്. ഭയങ്കര എൻഗേജിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഫാന്റസി സബ്ജക്ട് അങ്ങനത്തെ ഒരു ലെവലൊന്നും മൂവി പോയിട്ടില്ലെങ്കിലും ഒരു ഡീസെന്റ് ആയിട്ട് കാണാൻ പറ്റിയ ഒരു നൈസ് മൂവി തന്നെയാണ്. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.